എല്ലാ മക്കളും ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്. എല്ലാ ദൈവമക്കളും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. എല്ലാവരും ലോകത്തിലാണ് എല്ലാവരും. അവര് നശിക്കാതിരിക്കുന്നതിന് താല്പര്യം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് ദൈവം സ്വർഗം വെടിഞ്ഞ് മനുഷ്യനായി മക്കളോടൊപ്പം ഭൂമിയിലേക്ക് വന്നത്. ഓർക്കണമേ. അതുകൊണ്ട് തന്നെ പറയട്ടെ, കാലം അതിന്റെ മൂർച്ചന്റെ അവസരത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. എന്നും വിഷമങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് എല്ലായിടങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തവണ്ണം മനുഷ്യന് വളരെയധികം വിഷമത്തിലും പ്രയാസത്തിലും ഒക്കെ തന്നെയാണ്. കാണുമ്പോൾ ചിരിക്കും, സന്തോഷമൊക്കെ പങ്കുവെക്കും. എന്നാൽ മനുഷ്യന്റെ ഉള്ളുകൾ നീറിക്കൊണ്ടിരിക്കുക. നീർന്ന അവസ്ഥയിലാണ് മനുഷ്യൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പണമുണ്ടാകാം, വാഹനങ്ങളുണ്ടാകാം, സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും സമാധാനം കിട്ടുവാൻ മനുഷ്യൻ പാടുപെടുന്നത് നമുക്കറിയാൻ കഴിയും. സമാധാനവും സന്തോഷവും സമാധാനവും തരാൻ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ വ്യക്തികൾക്കോ നമ്മുടെ സ്വന്തക്കാർക്കോ ഒന്നും തന്നെ കഴിയില്ല. സമാധാനം തരാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ. യേശു ആ ഒരു നാമത്തിലല്ലാതെ മറ്റൊരു നാമത്തിലും മനുഷ്യന് ഒരു നന്മയോ ഹല്ലേലൂയ അല്ലെങ്കിൽ അവന്റെ സമാധാനം ഒരു സന്തോഷവും കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ചിലപ്പോ ഒരു അല്പം മദ്യം കഴിച്ചാൽ അല്പനേരത്തെ സമാധാനം നമുക്ക് കിട്ടിയേക്കാം. അത് അല്പനേരം മാത്രമാണ്. അത് കഴിയുമ്പോൾ അസമാധാനമായി തീരുകയും ചെയ്യും. അതൊരിക്കലും സമാധാനമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും അവൻ വേദനയില്ല, വീണ്ടും അവൻ പ്രയാസത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയട്ടെ, സമാധാനം തരാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സമാധാനം തരാൻ മറ്റാർക്കും കഴിയില്ല. യേശുവിന് മാത്രമേ സമാധാനം തരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചു പറയുന്നത്. അഥവാ യേശുക്രിസ്തു മാത്രമേ ആ സമാധാനവും സന്തോഷവും മനുഷ്യർക്ക് തരാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഓർക്കണമേ. അതുകൊണ്ട് പറയട്ടെ, കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്നാൽ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന കർത്താവ് യേശുവാണ്. ആ സുവിശേഷം കർത്താവ് യേശു വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മാനവരാശിയെ മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനായാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയാണ്, മറ്റൊരുത്തൻ രക്ഷയില്ല. അപ്പോൾ സുഹൃത്ത് 4:10 ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ രക്ഷിക്കായി യേശു എന്നൊരു നാമമില്ലാതെ മറ്റു നാമമില്ലാതെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പറയട്ടെ, നമുക്കറിയാം മനുഷ്യൻ ധാരാളം പല കുടുംബങ്ങളിലും അന്യോന്യം ഒരു സ്നേഹമില്ലായ്മ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാതാപിതാക്കൾ തമ്മിലും മക്കൾ തമ്മിലും ഒക്കെ സ്നേഹം എന്ന് പറയുന്നത് പല കുടുംബങ്ങളിലും ഇന്ന് ഇല്ലാതെ വന്നിരിക്കുന്നു. എല്ലാവരും ഫോണിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ എല്ലാ സംഗതികളും കാണുമല്ലോ. അതിനകത്ത് നമ്മളെല്ലാം കൂടുതലും ആൾക്കാർ ഫോണിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. സർവ്വനേരവും വാഹനത്തിൽ കയറുന്നവരുടെ കയ്യിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. വാഹനത്തിൽ ഇറങ്ങുന്നവരുടെ കയ്യിൽ ഫോണുണ്ട്. ഹല്ലേലൂയ. വെറുതെ ഇരുന്നാലും ഉണ്ട്, ചുമ്മാ നടക്കുമ്പോഴും ഉണ്ട്, കിടക്കുമ്പോഴും ഉണ്ട്. ഉറക്കം വരുന്നിടം വരെയും മനുഷ്യൻ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഫോൺ ആവശ്യം തന്നെയാണോ? ആവശ്യമില്ലാത്തതല്ല, ഫോൺ ആവശ്യം തന്നെയാണ്. എന്നാൽ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആ ഫോൺ നമ്മളെ നയിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇന്ന് പലവിധമായി ഫോണിന് അടിമയായിക്കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഫോണിന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ മക്കൾ 13 വയസ്സുള്ള കുട്ടി പോലും ആത്മഹത്യ ചെയ്തതാണ് നമുക്കറിയാം. കൊച്ചു പിള്ളേർ അവർക്ക് മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഫോണിന്റെ അവസ്ഥ മാത്രമല്ല, മക്കളെ, സ്വന്തം മക്കളെ മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വന്നെത്തിപ്പെട്ടിരിക്കുക. ഇതൊരു 12 വയസ്സ് കഴിച്ചാൽ പോലും കുഞ്ഞുങ്ങള് പറയുന്നത് കേൾക്കുന്നില്ല. മാതാപിതാക്കൾ പറഞ്ഞാൽ അവർ കേൾക്കാതെ വരും. നേരെ മറിച്ച് ഇത് കുട്ടികളെ മാതാപിതാക്കൾക്ക് ഭയവുമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നിരിക്കുക. എന്താണ് ചെയ്യുക? നമുക്കതിനകത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ചെയ്യാൻ കഴിയണം. മാതാപിതാക്കൾ പറഞ്ഞിട്ട് അനുസരിക്കാത്ത മക്കളുണ്ട്. അതായത് ലോകത്ത് കാണുന്ന മുഴുവനും. ഇത് ആ മക്കളെ നിയന്ത്രിക്കാൻ ഒരുവനുണ്ട് നമ്മുടെ കൂടെ. ആ നിയന്ത്രിക്കുന്നവരെ നമ്മൾ കണ്ടെത്തണം. ഹല്ലേലൂയ. അത് നമ്മൾ അറിയുകയും ചെയ്യണം. നമ്മുടെ മക്കളെ മാതാപിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ
ആകാശവും ഭൂമിയും ആഴിയും അവയിലുള്ള സർവ്വം സൃഷ്ടിച്ച ദൈവത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും മാനവരാശിക്ക് വന്നതും. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മുടെ കുഞ്ഞുങ്ങളോട് അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞുങ്ങൾ കർത്താവേ, അവർ പോകുന്ന വഴിക്ക് അവരെ നോക്കണമേ, പോകുന്ന വഴിക്ക് അവരെ ശ്രദ്ധിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ നടത്തണമേ. അവര് ഹല്ലേലൂയ അക്ഷരമുള്ള കുട്ടികളായി വളരാൻ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദൈവം ഒരുവൻ മാത്രം. നമ്മുടെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന കർത്താവായ യേശുവിനെ നമ്മൾ മറന്നുപോകണ്ട. അവരെല്ലാത്തിനും അധികാരിയാണ്, അവരെല്ലാത്തിനും രക്ഷകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയാണ്, നമുക്ക് രക്ഷിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ ഹല്ലേലൂയ നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരുവൻ മാത്രമേ ഉള്ളൂ രക്ഷകൻ, ഒരേ ഒരുവൻ മാത്രം. ആകാശത്തിന്റെ കീഴിൽ ഭൂമി മനുഷ്യരക്ഷയ്ക്കായി യേശുവെന്നൊരു നാമമില്ലാതെ പറയുന്നതിന്റെ കാരണവും മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, മനുഷ്യരെ കൊണ്ട് സാധിക്കാൻ കഴിയാതെ എന്ത് തന്നെയായിരുന്നാലും അത് സാധ്യമാക്കി തരുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യരെ ഹല്ലേലൂയ അവന്റെ നിത്യതയിൽ അടുപ്പിക്കുക മാത്രമല്ല, അവന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം നൽകുന്നവനാണ് ദൈവം. ആ ദൈവമാണ് ഇന്ന് മനുഷ്യനായി അവതരിച്ച് നമ്മളോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് സുവിശേഷം. ഇത് പറയല്ലോ, ഹല്ലേലൂയ. സുവിശേഷം എന്നാൽ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തിലേക്ക് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുന്നത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരം ഉണ്ടാകട്ടെ. എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാനസാന്തരം എന്നാൽ നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കുന്നതുമായ വ്യത്യസ്തമായ റൂട്ടുകളിലൂടെയാണ്. ഹല്ലേലൂയ. മനുഷ്യന് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്. ആ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അതല്ല, ദൈവമാണ് നമുക്ക് ബുദ്ധി തന്നതെന്നും നമ്മുടെ കഴിവും നമ്മുടെ സാമർഥ്യവും എല്ലാം ദൈവത്തിൽ നമുക്ക് പ്രധാനം ചെയ്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ അത് തന്നെയാണ് മാനസാന്തരം. അങ്ങനെ തിരിച്ച് ദൈവത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതുകൊണ്ട് പറയട്ടെ, സുവിശേഷം അനുസരിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. ദൈവം എല്ലാവരും അനുഭവിക്കട്ടെ. വിദേശത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പദ്ധതി.